നമ്മൾ VS-നെ ജി സുധാകരനെ കൊണ്ടല്ലേ കഴിഞ്ഞ 2 പ്രാവശ്യമായി ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടെ നടന്ന എല്ലാ യോഗങ്ങളിലും സജീവമായി പങ്കെടുത്ത സാവല്ലേ. സാവനെ എങ്ങനെ അവഗണിച്ചത്? സാവനെ ഏത് രൂപത്തിൽ അവഗണിച്ചു? എല്ലാ രൂപത്തിലും നമ്മൾ സാധ്യതയല്ലേ. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം സഖാവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടൊന്നുമല്ല, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ CPIM ഇനി സ്ഥാനാർത്ഥിയാക്കി നിർത്തില്ല എന്ന് ബോധ്യം. ഇത്രയധികം നാൾ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാളെ ഇനിയും പാർട്ടി പരിഗണിക്കുമോ? അപ്പം പിന്നെന്താ, വീണ്ടും മത്സരിക്കണം. പാർലമെന്ററി വ്യാമോഹം അതിൻ്റെ കൊടുമ്പിരി കൊണ്ട് അദ്ദേഹത്തെ കീഴടക്കില്ല. പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയതാണ്. അദ്ദേഹം ബ്രാഞ്ചിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രാഞ്ച് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഞങ്ങൾ ഉണ്ടാക്കി, അഭിഭാഷകരുടെ ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തി. അത് മതിയെന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ സ്ക്രൂട്ടണി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാല് വയ്യാതിരിക്കുകയാണ്, പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അവരോട് പറഞ്ഞു. അസാന്നിധ്യത്തിൽ മെമ്പർഷിപ്പ് പുതുക്കി. ബ്രാഞ്ച് സെക്രട്ടറി കൊണ്ട് ഫാറം കൊടുത്തു. ഫാറം പൂരിപ്പിച്ച് ലെവി അടയ്ക്കണം. അപ്പോഴാണ് പിറ്റേ ദിവസം ചാനലിൽ നമ്മൾ നോക്കുമ്പോൾ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. അങ്ങനെ മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് നന്നായി. ആ മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നെങ്കിൽ എൻ്റെ ജോലി കൂടിയല്ല, ഞാൻ പുറത്താക്കേണ്ടി വന്നതല്ലേ.